നാവിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി 18 വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര മുഗാരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ, ചോക്ലേറ്റുകൾ, പുഡിങ്ങുകൾ, പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൌസിന്റെ മാത്രം പ്രത്യേകത. ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം. നൈസ് ബേക്ക് ഹൌസ് മുഗാരിക്കുന്ന് ചേലക്കര. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അകാരണമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. KSEB ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിക്ഷിപ്ത താല്പര്യത്തിനു വേണ്ടി, അവരുടെ സാമ്പത്തിക സ്രോതസ് ഉയർത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കൊടും ചതിയുടെ, വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സാധാരണക്കാരുടെ മേലിൽ ഇത്ര വലിയ ഒരു ഭാരം ഇവിടെ വന്ന് ചേരാനുണ്ടായിട്ടുള്ള കാരണം. സ്വാഭാവികമായി വന്നതല്ല ഇത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ, ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുത മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചുരുങ്ങിയ നിലയ്ക്ക് വൈദ്യുതി കിട്ടുവാൻ വേണ്ടി നിയമാനുസൃതമായി ഉണ്ടാക്കി വച്ചിട്ടുള്ള കരാർ ഈ ഗവൺമെൻറ് റദ്ദാക്കി അന്നുണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ 4 ഇരട്ടി കൂടുതൽ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കോടിക്കണക്കിന് രൂപയാണ് ആ കരാർ ലംഘിച്ചതിൻ്റെ, കരാർ റദ്ദാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ആ നഷ്ടം മുഴുവൻ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെതിരായി പ്രതിഷേധിക്കുന്ന ഒരു ഉത്തരവാദിത്വം പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനും UDFനും ഉണ്ട്. ആ കടമയാണ് ഇവർ നിർവഹിക്കുന്നത്. ഈ പരിപാടിയുമായി നമുക്ക് മുന്നോട്ട് കൊണ്ട് പോകേണ്ടതുണ്ട്. അത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ കോൺഗ്രസിനും UDFനും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സാർ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലേലം നടത്തുകയും അങ്ങനെ തുടർച്ചയായ 25 വർഷക്കാലം ഒരേ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 3 കമ്പനികൾ ആ ലേലത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ലേലത്തിൽ പങ്കെടുത്ത കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ച 3 കമ്പനികളിൽ നിന്നും വരാൻ പോകുന്ന 25 വർഷക്കാലത്തേക്ക് കേരളത്തിലെ ഗുണഭോക്താക്കൾക്കും വ്യവസായികൾക്കും വ്യവസായ സംരംഭങ്ങൾക്കും എല്ലാം തന്നെ ഏറ്റവും നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചു. 6 വർഷക്കാലം നമ്മളുടെ സർക്കാർ, UDF സർക്കാർ പോയതിനു ശേഷം ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴും ആ കരാർ അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരുന്നു. പക്ഷേ ആ കരാർ മുന്നോട്ട് പോകുമ്പോഴാണ് സഖാവ് പിണറായി വിജയന്റെ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കറക്ക് കമ്പനിയും, നേരത്തെ നമ്മളെല്ലാം പറഞ്ഞ പോലെ കുറുവ സംഘം, ആ സംഘത്തിന് മനസ്സിലായി ഈ 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങി
ഇവിടുത്തെ പാവപ്പെട്ടവനും ബുദ്ധിമുട്ടുന്നവനും വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഇപ്പൊ നമ്മളെ തടഞ്ഞു നിൽക്കുന്ന പോലീസുകാരനും പോലീസ് സ്റ്റേഷനിലും ഇവരെല്ലാം വീട്ടിൽ പോലും ഇങ്ങനെ വൈദ്യുതി നൽകിയിട്ട് കാര്യമില്ല, അതിൽ നിന്ന് ലാഭം ലഭിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി ആ കരാർ റദ്ദ് ചെയ്യുകയുണ്ടായി. ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അന്ന് സഭയ്ക്കകത്തും ഐക്യജനാധിപത്യ മുന്നണി സഭയ്ക്ക് പുറത്തും പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കരാർ റദ്ദ് ചെയ്യരുത്. അന്ന് ഈ സർക്കാർ പറഞ്ഞത് ഈ നൽകുന്ന പണത്തേക്കാൾ കുറച്ച് പണം കൊടുത്തുകൊണ്ട് വൈദ്യുതി വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ 25 വർഷക്കാലത്തെ ഒരു കരാർ അത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാവില്ല, നമ്മൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കരാർ റദ്ദ് ചെയ്തത്. ആ റദ്ദ് ചെയ്തിട്ട് എന്താണ് ഉണ്ടായത്? താൽക്കാലികമായി പല കമ്പനികളിൽ നിന്നും 6 രൂപയ്ക്കും 6.5 രൂപയ്ക്കും അങ്ങനെ തുടങ്ങി 12 രൂപ വരെ വൈദ്യുതി വാങ്ങി കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നുണ്ട് എന്ന് വരുത്തി അതിൽ അഴിമതി നടത്തി വീണ്ടും കരാർ വെച്ച് ഓരോ ഹ്രസ്വകാല കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനെ ശക്തമായി കേരളത്തിലെ പ്രതിപക്ഷം എതിർത്തതിന്റെ ഭാഗമായിട്ട് വീണ്ടും മുന്നേ നമ്മൾ ആരിൽ നിന്നാണോ വൈദ്യുതി വാങ്ങിയിരുന്നത്, അദാനി കമ്പനിയിൽ നിന്നും ജിൻഡാൽ കമ്പനിയിൽ നിന്നും ആ നമ്മൾ വാങ്ങിയിരുന്ന 4 രൂപ 29 പൈസയ്ക്ക് വാങ്ങിയിരുന്ന അതേ കമ്പനികളിൽ നിന്ന് ഇപ്പോൾ 15 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ പോയിരിക്കുകയാണ്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന്, കോൺഗ്രസ് നേതാക്കളായ ടി.എ. രാധാകൃഷ്ണൻ, ടി. ഗോപാലകൃഷ്ണൻ, കെ.പി. ഷാജി, സന്തോഷ് ചെറിയാൻ, അസനാർ, സുദേവൻ പള്ളത്ത്, താര ഉണ്ണികൃഷ്ണൻ, ബീന സന്തോഷ്, രമ്യ വിനീത്, പി.സി. മണികണ്ഠൻ, ടി.എ. കേശവൻകുട്ടി, പി.കെ. പ്രകാശൻ, ഗീത ഉണ്ണികൃഷ്ണൻ, നിർമ്മല തുടങ്ങി നിരവധി ആളുകൾ മാർച്ചിൽ സന്നിഹിതരായിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.